പ്രണയം എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. പക്വതയില്ലാത്ത പ്രായത്തിൽ പ്രണയം വരാറുണ്ട്. അതുപോലെ തന്നെ പക്വത എത്തിയിട്ട് പ്രണയം വരാറുണ്ട്. വിവാഹത്തിലേക്ക് എല്ലാ പ്രണയങ്ങളും കടക്കാറില്ല. എന്നാൽ മെച്യൂർഡായി വിവാഹത്തിലേക്ക് കടക്കണം എന്ന രീതിയിൽ പ്രണയങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. പ്രണയം ഏത് പ്രായത്തിലും ആരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തോന്നാം. വിവാഹം കഴിഞ്ഞതിന് ശേഷം പാർട്ട്നേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് മറ്റു പ്രണയങ്ങളിലേക്ക് പോകുന്നത് നല്ലൊരു പ്രണയമാണ് എന്നൊരഭിപ്രായം എനിക്കില്ല. മറിച്ച് അതൊരു ദുരന്തമാണ് എന്നൊരു മെസ്സേജ് ഈ ലോകത്തിന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുപോലെയുള്ള ഒരു പ്രണയത്തെ പറ്റിയല്ല ഇന്ന് പറയുന്നത്. വിവാഹം കഴിക്കണം എന്ന ആഗ്രഹത്തോടെ മാത്രം പ്രണയിക്കുന്ന യഥാർത്ഥത്തിലുള്ള ഒരു പ്രണയം എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന പ്രണയിക്കുന്ന ആളുകളുണ്ട്. അതൊരു തോന്നലായേക്കാം ഒരുപക്ഷെ. വെറും ടൈം പാസിനോ ആണോ അല്ലെങ്കിൽ ഇത് യഥാർത്ഥ പ്രണയമാണോ എന്ന് നമുക്ക് ചില കാര്യങ്ങളിലൂടെയെങ്കിലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. 100% നമുക്ക് ഉറപ്പോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു റീസൺ വെച്ചിട്ടാണ് എന്നല്ല പറയുന്നത്. എങ്കിലും നമുക്ക് ഒരു പരിധി വരെ ഇത് യഥാർത്ഥ പ്രണയമാണോ എന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന 5 ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, രണ്ടുപേരും ഒരുമിച്ച് അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. എന്നാൽ മാരേജിനെ പറ്റി പറയുമ്പോൾ മാത്രം നമുക്കൊരു സന്തോഷമില്ലായ്മ, അല്ല വീട്ടിൽ വന്ന് സംസാരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ ആകട്ടെ പിന്നെ ഇതൊക്കെ സമയത്ത് തന്നെ നടക്കും എന്ന രീതിയിലൊക്കെ ഒരു അകൽച്ച പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എല്ലാവരും റിയൽ അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇതുപോലെ നമ്മൾ ചിലപ്പോൾ കരിയർ സെറ്റ് ആവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരേ റീസൺ നിരന്തരമായിട്ട് ഒരേ കാര്യങ്ങൾ നിരന്തരമായിട്ട് മാരേജിനെ പറ്റി പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ആർക്കെങ്കിലും വരികയാണെങ്കിൽ അത്തരം ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമത്, രണ്ടുപേരും പരസ്പരം ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. എന്തൊക്കെ ചിലവുകളുണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വരാനുള്ളത്, അനാവശ്യമായിട്ട് നമുക്ക് ചിലവുകൾ എന്തൊക്കെയാണ് വരുന്നത്, അത്തരത്തിലുള്ള ചിലവുകൾ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും, ഇതിനൊക്കെ മാർഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഒരു ഗുഡ് റിലേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, പാർട്ട്നേഴ്സിന് ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ദുശീലങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ദുർസ്വഭാവങ്ങളോ ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഹെൽത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാകും. ആരോഗ്യമുണ്ടെങ്കിലേ ജീവിക്കാനാകൂ എന്നൊരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുശീലങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. നേരെ മറിച്ച് എന്താണ്, ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടുള്ള പ്രണയമാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ദുശീലങ്ങളെയും ദുർസ്വഭാവങ്ങളെയും എൻകറേജ് ചെയ്യും. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടതാണ് ഈ ഒരു പാർട്ട്ണർ എന്നൊരു ബോധ്യം ഉണ്ടെങ്കിലാണ് ഇതുപോലുള്ള ക്യാരക്ടറിനെ നമുക്ക് മാറ്റാൻ കഴിയും. അല്ലാത്ത ആളുകൾ അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നതായിരിക്കും. അപ്പൊ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സ്വഭാവ ദൂഷ്യങ്ങളോ അതുപോലെ ദുശീലങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞു തിരുത്തുന്നില്ല എങ്കിൽ അത് ഒരു നല്ല റിലേഷൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നാലാമത്തെ കാര്യം, രണ്ടാളും പരസ്പരം അവരവരുടെ നല്ല സമയത്തും അതുപോലെ തന്നെ മോശം സമയത്തും ഒപ്പമുണ്ടാകും. പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും രോഗാവസ്ഥയിൽ തള്ളി പറഞ്ഞിട്ട് പോവുകയില്ല. അതായത് നമുക്ക് എന്ത് സാഹചര്യമാണ് നമ്മുടെ ലൈഫിൽ വരിക എന്ന് നമുക്ക് മുൻകൂട്ടി ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. അപ്പം നല്ല സാഹചര്യങ്ങളിൽ നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളോട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ഡൗൺ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴും അതേപോലെ അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ല റിലേഷൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. വിവാഹത്തിന് മുമ്പ് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുക. വിവാഹത്തിന് മുമ്പ് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കാത്ത ബന്ധങ്ങളാണ് പ്രണയത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് നല്ല രീതിയിൽ പോയിട്ടുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. സ്വന്തം ശരീരത്തെ അബ്യൂസ് ചെയ്യുന്ന രീതി അതെന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. വിവാഹം കഴിഞ്ഞ് ഇതൊക്കെ ആകാമെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹത്തിന് മുമ്പ് തിടുക്കം കൂട്ടുന്നത്? അതുപോലെ തന്നെ ന്യൂഡ് ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെ ആവശ്യപ്പെടുന്ന പാർട്ട്നേഴ്സ് ആണെങ്കിൽ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ അത്തരം റിലേഷൻസ് ഒഴിവാക്കി കളയണമെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. പിന്നീട് എന്നെ വിവാഹം കഴിക്കൂ എന്ന് കെഞ്ചിപ്പറഞ്ഞ് പിന്നാലെ നടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നിർബന്ധം പിടിക്കുന്ന പാർട്ട്നേഴ്സിനെ ഒഴിവാക്കി കളഞ്ഞ് അല്പം മനസമാധാനത്തോടെ ജീവിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. ഒരു പ്രണയവും മോശമല്ല.
മോശമാകണം എന്ന രീതിയിൽ അർത്ഥത്തിലും ഒന്നുമല്ല പ്രണയിക്കുന്നത്. പക്ഷെ പ്രണയത്തിൽ ചതിയുണ്ട് എന്നൊരു തിരിച്ചറിവ് എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതാണ് മറ്റ് പ്രതിവിധികൾ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം.